നമ്മുടെ സച്ചിനെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കണം. അത് തന്നെയാണ് കൂടെ ഇരിക്കുന്നവൻ്റെ ചിന്ത. എങ്ങനെയാണെങ്കിലും ആ പ്രോഗ്രാം അലമ്പാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വർഷയുടെ അമ്മയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും ചിന്തകൾ എന്ന് പറയുന്നത്. എന്താണെങ്കിലും അതിനൊന്നും ഇടം കൊടുക്കാതെ നമ്മുടെ സച്ചി ഇങ്ങനെ കസേരയിൽ നിളകാതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ വന്നയാൾ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കണമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് സച്ചിയുടെ അടുത്തിരിക്കുകയാണ്. അതിന് ശേഷം പറയുന്നുണ്ട്, 2 അടിച്ചാലോ പെക്കടിച്ചാലോ എന്നൊക്കെ പറയും കേട്ടോ. ഞാനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും സച്ചിയുടെ മനം മയക്കും വിധം അദ്ദേഹം സംസാരിച്ച് നമ്മുടെ സച്ചിനെ എണീപ്പിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ രേവതി ഇതൊന്നും കാണുന്നുമില്ല. എന്താണെങ്കിലും സച്ചി ഇങ്ങനെ വാതിലിൻ്റെ നമ്മുടെ കാറിൻ്റെ അടുത്താണ് വരുന്നത്. കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഒരു വിശാലമായ ബാറ് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കുപ്പിയും വെള്ളവും ഗ്ലാസും അതുപോലെ സ്നാക്സുകളും ഫ്രൂട്ട്സുകളും. കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ സച്ചി അന്താളിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും വേറെ ആരും കാണണ്ട, നമുക്ക് 2 അടിക്കുക എന്നൊക്കെ കൂട്ടുകാരൻ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് കഴിക്കാൻ വേണ്ട ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ പറയുകയാണ്, എന്താണെങ്കിലും അവൻ്റെ ഉദ്ദേശം തന്നെ സച്ചിനെ കുടിപ്പിക്കുക അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ 2 ഗ്ലാസ് എടുക്കുകയാണ്. 2 ഗ്ലാസ്സിലുമായിട്ട് മദ്യം ഇങ്ങനെ ഒഴിച്ചിട്ട് സച്ചിയുടെ നേർക്ക് നീട്ടുകയാണ് കേട്ടോ കൂടെ വന്നയാൾ. എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇങ്ങനെ ഗ്ലാസ് പിടിക്കാനായിട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ കൈയൊക്കെ പെട്ടെന്ന് വലിക്കുന്നുണ്ട് കേട്ടോ പുറകിലോട്ട്. അന്നേരത്തേക്കും നമ്മുടെ കൂടെ വന്ന ആൾ ചോദിക്കുന്നുണ്ട്, അതൊന്നും ആരും കാണത്തൊന്നും ഇല്ല, അവരവിടെ ഉള്ളിൽ സന്തോഷിക്കുകയല്ലേ, ഇത് ആണുങ്ങളുടെ സന്തോഷമാണ്, സാറ് പിടിക്കുക, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ സച്ചിയെ കൊണ്ട് നമ്മുടെ ഗ്ലാസ് എടുത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കും നമ്മുടെ സച്ചിയുടെ അച്ഛൻ ഇങ്ങനെ എല്ലാവരും കൂടെ പ്രോഗ്രാമിന് ഫംഗ്ഷനൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വർഷയുടെ അച്ഛനാണെങ്കിൽ ഇവരൊന്നും പ്രോഗ്രാമിന് ഫംഗ്ഷന് മാറ്റുന്നതും ഒത്തിരിയൊന്നും ഇഷ്ടമേ അല്ല. എങ്ങനെയാണെങ്കിലും അന്നവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അവർ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ഒരു ഫംഗ്ഷന് വന്ന ഒരാൾ നമ്മുടെ വർഷയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും സാറി കാണിച്ചത് നല്ല മനസ്സാണ്, രവീന്ദ്രൻ സാറിൻ്റെ വീട്ടിലെ മൂത്ത മരുമകളുടെ കൂടെ ചടങ്ങ് ഈ ഒരു സമയത്ത് നടത്താനായിട്ട് സാറ് നല്ല മനസ്സ് കാണിച്ചല്ലോ, അത് വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, പട്ടിണി പാവങ്ങളല്ലേ, അവർക്ക് ഇതുപോലൊരു ഫംഗ്ഷൻ ഒന്നും നടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ, എന്ത് ചെയ്യാനെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം വീണ്ടും പറയുകയാണ്, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഭക്ഷണം കരുതി വെക്കുമല്ലോ, അതുപോലെയാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ രവീന്ദ്രൻ സാർ ഇന്ന് കേൾക്കാം കേട്ടോ. അപ്പാടെ ഫീലിങ്സ് സങ്കടമാകുന്നുണ്ട് നമ്മുടെ അച്ഛന്. അതിനും കൂടെ വന്ന ആളിങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നാലും ഇത് ഇത്രയും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കൂടെ വന്ന ആൾ രവീന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ സാറിൻ്റെ കൂടെ വന്ന ഫ്രണ്ട് പറയും, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പോയി 2 വാക്ക് ചോദിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രവീന്ദ്രൻ സാറ് പറയുന്നുണ്ട്, വേണ്ട, ഇവിടെ സച്ചിയുണ്ട്, ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പോയി ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി അറിയും, പിന്നെ അവൻ അറിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തടയുവാണേ. പിന്നീട് നമ്മുടെ ശ്രുതിയുടെ ഫംഗ്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ആകെപ്പാടെ ടെൻഷനിലാണ്. അച്ഛനാണെങ്കിൽ വന്നിട്ടും ഇല്ല. ചന്തമതിയമ്മയാണ് ദഹിപ്പിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, ശ്രുതി ഇന്ന് നീ ഭയങ്കര ടെൻഷനിലാണല്ലോ കാണപ്പെടുന്നത്, അച്ഛൻ വരാത്തതിൻ്റെ ടെൻഷനിലായിരിക്കും അല്ലേ, നീ അതൊക്കെ വീട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. നീ പഴയതിലും മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. നിന്നെ കാണുമ്പോഴത്തേക്കിനും കല്യാണ ദിവസം നീ എങ്ങനെയായിരുന്നു അതുപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നേരത്തേക്കിനും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് അധികം വർഷമൊന്നും ആയില്ലല്ലോ, 1 വർഷം പോലും ആയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. സച്ചിയും അതുപോലെ തന്നെ ഫ്രണ്ടും കൂടെ പോയി നിന്നിട്ട് കുടിക്കാനായിട്ട് ഒരുങ്ങും കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് 2 ഗ്ലാസും 2 പേരുടെയും കയ്യിലിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഒരു തുള്ളി കുടിയന്മാരൊക്കെ കുടിക്കാനായിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും 2-3 തുള്ളി നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ തെറിപ്പിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കുടിയന്മാർ ഇങ്ങനെ കള്ളിങ്ങനെ ഭൂമിക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ്, അങ്ങനെ കുടിയന്മാർ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ്, 3 തുള്ളി കൊടുക്കുമ്പോഴാണ് അത് നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തുള്ള ആളുകൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഭൂമി പിന്നെ കറങ്ങാതിരിക്കുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കൂടെ വന്ന ആൾ പറയുന്നുണ്ട്, ശരി, ഇങ്ങനെ ലോകത്തുള്ള കുടിയന്മാരെല്ലാവരും കൊടുക്കുന്നത് കൊണ്ടാണ്
ഭൂമി കറങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ സച്ചി ഇപ്പോൾ ഈ സാറിങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്കിപ്പോൾ ഭൂമി കറങ്ങുന്നത് എന്താണെന്ന് ഇങ്ങനെ മനസ്സിലായെന്നൊക്കെ മറ്റേ കൂടെയുള്ള പുള്ളിക്കാരനും പറയും കേട്ടോ. എന്നിട്ട് കുടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ സച്ചി കുടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് സച്ചി പറയുകയാണ് സാറ് കുടിക്കുക, ഞാനിപ്പോൾ കുടിക്കാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് കൂടെ വന്ന ആൾ ഒരു ഗ്ലാസ് കുടിക്കുവേ. വീണ്ടും സച്ചി അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ, കുടിക്കുന്നില്ല. ഇനി ഒരു ഗ്ലാസ്സും കൂടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് കൂടെ വന്നയാൾ വീണ്ടും ഒഴിക്കാനായിട്ട് പോവുകയാണേ. ചന്ദ്രമതി മേഡം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടി ശ്രുതിനെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതിയുടെ ചടങ്ങ് ഇങ്ങനെ സ്റ്റേജിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിനെ നോക്കും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ സച്ചിനെ അവിടെ കാണത്തില്ലേ. അന്നത്തേക്കിനും നമ്മുടെ രേവതിക്ക് അങ്ങ് ടെൻഷനായിട്ട് രേവതി എല്ലാ ഭാഗത്തുനിന്നും തപ്പി നടക്കും കേട്ടോ. പിന്നെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കിനും അച്ഛൻ തന്നെ ചോദിക്കുന്നുണ്ട് സച്ചി എവിടെയും ചോദിക്കും. അന്നത്തേക്കും രേവതി പറയും ഇല്ല എനിക്കറിയത്തില്ല, ഇവിടെ അത് തന്നെ ഞാൻ നോക്കുന്നത്, ഇനി വെളിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വെളിയിലോട്ട് പോവുകയാണേ. നമ്മുടെ രവീന്ദ്രൻ മാഷും അതുപോലെ കൂട്ടുകാരനും കൂടെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. സച്ചി എങ്ങോട്ടാണ് പോയത് പറയുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നിടം വരെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്ക് സച്ചിനെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്താണെങ്കിലും നമ്മുടെ സച്ചിനെയും കൂട്ടുകാരനെയാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും ഈ രണ്ട് കാലിൽ നിൽക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കൂടെ വന്ന ആൾ. സച്ചി എന്താണെങ്കിലും ഒരു തുള്ളി പോലും മദ്യം പോലും കഴിച്ചിട്ടില്ല. ഗ്ലാസ്സിലെ മദ്യം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കൂടെ വന്ന ആളിങ്ങനെ പറയുകയാണ്, മദ്യപിക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ആടി നിൽക്കും, എത്ര കുടിച്ച് ഒരു 2 പെഗ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ 5 പെഗ് അടിച്ചാൽ മതി. പക്ഷേ ഈ ദാമു ഉണ്ടല്ലോ, ഈ ദാമു അനങ്ങത്തേ ഇല്ല, ഇതിങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുവേ. പക്ഷേ ദാമു ഫുള്ള് 4 കാലിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാനിപ്പോഴും ബോസിനോട് ദേഷ്യത്തിലാണ്. ഞാനാണെങ്കിൽ 1, 2, 3, 4, 5 പെഗ് കഴിച്ചു. എന്നിട്ടും ബോസ് ഇപ്പോൾ 1ാമത്തെ പെഗ്ഗും അടിച്ചിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗ്ലാസും പിടിച്ച് ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കരുത്, അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദാമു ഇങ്ങനെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ മദ്യത്തിൻ്റെ ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ രേവതി കാണുന്നത്. രേവതി ഇങ്ങനെ ഭയപ്പോടോടുകൂടി നിൽക്കുവാണ്. ബോസ് കഴിക്കുക, എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ തൃപ്തിയാകുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ബോസിന് ദാമുവിന് തൃപ്തിയായെന്ന് ചോദിക്കുക. എനിക്ക് തൃപ്തിയായി, എനിക്ക് സന്തോഷമായി പറയുമ്പോഴത്തേക്കിന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എനിക്കും സന്തോഷമായി. ഒരു കുടിയൻ മറ്റൊരു കുടിയനോട് കുടിക്കാൻ പറഞ്ഞാലും മുഖത്തടിച്ച പോലെ വേണ്ടെന്ന് പറയാൻ പാടില്ല. ആരിടാ ആരിടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദാമു ഇങ്ങനെ കറങ്ങിയിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് താഴോട്ട് വീഴുന്നൊക്കെ ഉണ്ട്. സച്ചിയാണെങ്കിൽ നമ്മുടെ ദാമുവിൻ്റെ ഷർട്ടെ പിടിച്ചിട്ടാണ് പിന്നെ പൊക്കി എണീപ്പിക്കുന്നതൊക്കെ. ഇതൊക്കെ നമ്മുടെ രേവതി കണ്ടിട്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ വന്നതും നിങ്ങൾ ഈ ഗ്ലാസ് തന്നിട്ട് ഒഴിച്ച് തന്നപ്പോഴത്തേക്കിന് ഞാൻ കുടിക്കാതെ ഇവിടെ ഇങ്ങനെ നിന്നതും. എന്നാലും ബോസ് കഴിച്ചില്ലല്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസും കൂടെ നമ്മുടെ ദാമുവിൻ്റെ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കിനാണ് രേവതിക്ക് ഇത്തിരി സന്തോഷമാകുന്നത്. ഇതും കൂടെ സാറ് കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദാമു പറയുന്നുണ്ട്, ഞാൻ ഇതും കൂടെ കഴിക്കണം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്